സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ ശരിക്കും ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു ബിസിനസ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് നല്ല ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത്യാവശ്യം സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബിസിനസിന്റെ വിഡ്ത്ത് കൂട്ടാൻ ഒരിക്കലും ട്രൈ ചെയ്യരുത്. പകരം നിങ്ങളുടെ ഡെപ്ത് കൂട്ടാനായിരിക്കണം നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യുക. വിഡ്ത്ത് കൂട്ടുക മീൻസ് നിങ്ങൾ കുറെ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുക, കുറെ പ്രൊഡക്റ്റുകൾ വീണ്ടും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക, ധാരാളം സർവീസുകൾ ഓൾറെഡി ചെയ്യുന്ന സർവീസിനോടൊപ്പം വീണ്ടും ആഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾ ഡെപ്ത് കൂട്ടി കൂടുതൽ സെയിൽ കൂട്ടി ബിസിനസ് വളരുമെന്നായിരിക്കും പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ആബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് അത് ലോസ് ആയിരിക്കും. ഉള്ള ബിസിനസിന്റെ സെയിൽസ് മാക്സിമം കൂട്ടാനും ഇപ്പൊ ചെയ്യുന്ന സർവീസിന്റെ വാല്യൂ നന്നായിട്ട് കൂട്ടി അത് മാക്സിമം ബെറ്റർ ആക്കാനായിരിക്കണം നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യുന്നത്. നിങ്ങളുടെ നിലവിലുള്ള സ്റ്റാഫിന് നല്ല ക്വാളിറ്റിയുള്ള ട്രെയിനിങ് കൊടുത്ത് ഉള്ള ബിസിനസിനെ മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാനാണ് നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യേണ്ടത്. സോ നിങ്ങളൊരു തുടക്കക്കാരനായ ഒരു ഓണ്ടർപ്രണറോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനോ ആണെങ്കിൽ, നിങ്ങളുടെ ബിസിനസിന്റെ ഏത് സെഗ്മെന്റ് ആണെങ്കിലും, അത് സെയിൽസ് ആവട്ടെ, മാർക്കറ്റിംഗ് ആവട്ടെ, HR ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, ഓപ്പറേഷൻ സെഗ്മെന്റ് ആവട്ടെ, ഈ പറയുന്ന ഏത് സെഗ്മെന്റ് ആണെങ്കിലും ഇവിടങ്ങളിലൊക്കെ നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങൾ അവിടെ ഡെപ്ത് കൂട്ടാനായി എപ്പോഴും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിലൂടെ മാക്സിമം ഫണ്ട് ജനറേറ്റ് ചെയ്യാനും കൂടുതൽ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കി കൂടുതൽ പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ് ആക്കി മാറ്റാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അവിടേക്കാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്.